ഗൈസ്, അപ്പം ഇന്നത്തെ എവിടെ വെച്ചാൽ ഇന്ന് ഈ ബ്ലോഗാണ്. അപ്പം നമുക്ക് നേരെ ഈ ബ്ലോഗിലോട്ട് പോവാം. തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഗൈസ്, നിങ്ങളെ പറയാൻ മറന്നുപോയി, ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമുക്ക് പുതിയ ഡ്രസ്സ് ഇടണം. നമുക്ക് റൂമിൽ പോവാം. ഇനി നമ്മൾ ഫുഡ് നോക്കാം, നമുക്ക് എന്തൊക്കെയാണുള്ളത്. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഫുഡിൻ്റെ പണിയൊക്കെ ഇപ്പം തീരും. അപ്പം നമുക്ക് ആദ്യം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിടാനുള്ളത്. നമുക്ക് വേഗം ഡ്രസ്സൊക്കെ എടുത്തിക്കണം. കല്യാണത്തിന് വാങ്ങിയത് ഇനി ഞാൻ സഹനാവിനാണ് ഞാനിത് വാങ്ങിയത്. ഇത് രണ്ടും പ്രശ്നമാണ്. അതിപ്പോഴും ഉണ്ട് സഹനാവത്തിൽ. അപ്പോൾ ഗൈസ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. പിന്നെ ഞാൻ ഒന്ന് ഇട്ടിട്ട് കാട്ടാം. അടിപൊളി പെരുന്നാൾ ഡ്രസ്സാണ്. ഇനി നമുക്ക് ക്ലിപ്പ് സാധനങ്ങളൊക്കെ എടുക്കാം. യെല്ലോ ചുരിദാറാണ്. അപ്പോൾ യെല്ലോ സെറ്റാണ്, യെല്ലോ കളർ. അപ്പോൾ ഗൈസ്, നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്യാണ്. ഏത് ക്ലിപ്പാക്കാത്ത അതാ ഇഷ്ടം. ഇതാ ഇത് മൂന്നോ ഇതാണ് കേട്ടോ പറഞ്ഞത്. പത്ത് ഡ്രസ്സിന് ഇതാണ് ആദ്യം പാർട്ടി വെയർ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, ക്ലിപ്പൊക്കെ സെലക്ട് ആയി. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം. ഇഷ്ടം. അപ്പോൾ ഗൈസ്, അടിയിലൊരു ഭാഗൻ്റെ ബാഗ് കളക്ഷൻസ് ആണ്. പക്ഷെ ഇപ്പം ഞാൻ ബാഗ് ഇടുന്നില്ല. ഇനി നമുക്ക് ഇതെടുത്ത കിട്ടും. അപ്പോൾ ഗൈസ്, ഇനി മാലയും വളയൊക്കെ ഉമ്മൻ്റെയിലാണ്. ഉമ്മ ലാസ്റ്റ് എടുത്ത് തരുമ്പോൾ നമുക്ക് കാണാം. ഇനിയില്ല ഗൈസ്, നമുക്ക് മേക്കപ്പ് പൗച്ചൊക്കെ എടുത്തേക്കണം. എൻ്റെ അത്താത്തൻ്റെ അളമാരയിലാക്കും മേക്കപ്പ് പൗച്ച്. അപ്പോൾ ഗൈസ്, ഇതാണ് മേക്കപ്പ് പൗച്ച്. അപ്പം നമുക്ക് മേക്കപ്പ് പൗച്ച് എടുക്കാം. ഇത് പോട്ടെ. ഗൈസ്, നമുക്ക് താത്തൻ്റെ മേക്കപ്പ് പൗച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെ ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരണ്ട. ഞാൻ ഇടുന്ന സാധനങ്ങളിൽ ഫസ്റ്റ് ഒരു മസ്കാര ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സെബാമണ്ടിൻ്റെ ഒരു എന്തേനു അലിബാം ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി സെബാമ ലിബാം. അപ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ ഫൗണ്ടേഷൻ ഇടും. മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കും. എന്നാലും ഞാൻ കല്യാണത്തിനൊക്കെ ഇന്നും ഇടും. കോമ്പാക്റ്റ് ഇത് ഞാൻ കല്യാണത്തിനെ ഇടുള്ളൂ. പിന്നെ അപ്പോൾ ഗൈസ്, ഞാൻ ഇടുന്നൊരു ലിപ്സ്റ്റിക്കാണ്. സെന്നൽ മൈസ എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്ക് 3 എണ്ണം ഉണ്ട്. പിന്നെ ഈ ഒരു മാമാത്തിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഒരു ലിപ് ഗ്ലോസും ആണ്. ഒരു ഗ്ലാസ് ആയിട്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ ഗൈസ്, അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളെ തറവാടിൽ പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, കാരണം തറവാട്ടിൻ്റെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഉപ്പൻ്റെ കുടുംബം താഴത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ടൊക്കെ പോയിട്ടാണ് തറവാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി വരാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ച റെഡി അടിപൊളി ചുരിദാറാണ് ഗൈസ്. നമുക്ക് ഈവനിങ് പോവാം. താഴ്ത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം പോയി വീട്ടിലോട്ട് ഇന്നത്തെ തറവാട്ട് പോകാറുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തറവാട്ടിലോട്ട് പോവാണ്. കാറ് കാണാം. നമ്മൾ പോണത് നമ്മളെ തറവാട്ടിലേക്കാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ
എൻ്റെ ഒരു എളാപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലോട്ട് കയറാം. അപ്പോൾ ഇവരെടോ പോയതായിരിക്കും, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ, അപ്പത്താണ് നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ പപ്പൻ്റെ വീട്. അപ്പം നമ്മൾ പപ്പൻ്റെ വീട്ടിലോട്ട് പോവാണ്. വാട്ടിലെത്തിയിട്ടുണ്ട്. ആണ് കേട്ടോ എൻ്റെ മൂത്താപ്പ. വേഗം അങ്ങോട്ട് പോവാം. ഇതാണ് തറവാട്. തറവാടിൻ്റെ അടുത്താണ് എൻ്റെ വേറെ എളാപ്പൻ്റെ വീട്. അപ്പോൾ ഫസ്റ്റ് വീട്ടിലോട്ട് പോവാൻ ഇവിടെ എല്ലാവരും ഉള്ളത്. നമ്മൾ ഒരു എളാപ്പൻ്റെ വീട്ടിലൊക്കെ ഇതാണ് അപ്പൊ ഗൈസ് ഇതാണ് ഇസാന്. പിന്നെ നേരത്തെ വീട്ടിൽ കയറിയ ഓരോ മോനാണ്, ഒരു എളാപ്പൻ്റെ മോന്. അപ്പൊ ഇത് മൂത്താപ്പൻ്റെ മോനാണ് ഇസാനിസ. ഒക്കെ എൻ്റെ കസിൻസാണ്. അപ്പൊ ഇത് ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. ഇത് താഹ. മൂത്താപ്പൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. മൂത്താപ്പൻ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം വേഗം പോവാം. അടുത്തത് തറവാട്ടിലോട്ടാണ് കേട്ടോ പോണത്. ഇതാണ് ഇപ്പം എൻ്റെ തറവാട്. ഇവിടെ ഞങ്ങളുടെ കുറേ ഫോട്ടോകൾ കാണിച്ചു. അപ്പം ഇതാണ്. അപ്പോൾ ഗൈസ് എനിക്ക് കുറച്ച് ക്ഷീണമായതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ